നമ്മൾ ഇന്ന് ഉണക്കയിലയും മാങ്ങായും കൂടെ ഒരു നല്ല കറിയാണ് വെക്കാൻ പോകുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും, ഒരു പാടുമില്ല. നമ്മളൊരു ഉണക്കയില കഴുകിയെടുത്ത് അത് കുറച്ച് നേരം വെള്ളത്തിലിടണം, അതിൻ്റെ ഉപ്പ് പോകാനേ. എന്നിട്ട് നമ്മളത് കഴുകിയെടുക്കുക, നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് പച്ചമുളകും സവോള ഇടുക. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ മാങ്ങ അരിഞ്ഞ് അതിലേക്ക് അതും കൂടി ഇടുക. രണ്ട് കരിയാപ്പിലയും അതിലേക്കിടുക. ഉണക്കമീനായതുകൊണ്ട് അധികം ഇഞ്ചി വേണ്ടേ, ഒരു നുള്ള് ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ പുളി ആവശ്യത്തിനുണ്ടെങ്കിൽ പോലും 2 കഷ്ണം ചെറിയ കുടംപുളിയും കൂടെ നമ്മൾ അതിനകത്തോട്ട് അതിൻ്റെ വെള്ളവും കൂടെ ഒഴിക്കുക. ഒരു നുള്ളു ഉപ്പിടുക, ഒത്തിരി ഉപ്പിടരുത്. കാരണം ഇത് ഉണക്കമീനായതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും. നമുക്കെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കാം. അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇടുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നു. ശകലം വെള്ളവും കൂടി അതിലോട്ട് ഒഴിക്കണേ. എന്നിട്ട് നമ്മൾ ജാറ് മൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അയല വെന്തിട്ടുണ്ട്. നമ്മളതിലേക്ക് അരച്ച് വെച്ച അരപ്പ് നന്നായിട്ട് ചേർക്കുക. കണ്ടമാനം ഇളക്കരുത്, ഈ അയലയുടെ കഷ്ണം പൊടിഞ്ഞു പോവേ. എങ്കിലും ഒരു വിധം ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് ചേർത്ത് വെക്കുക. മിനിറ്റ് അരപ്പ് തിളയ്ക്കാനായിട്ട്. വല്ലാതെ അരപ്പ് തിളച്ച് പോരുത്, തേങ്ങ അരച്ച അരപ്പ് അങ്ങനെ തിളച്ചാൽ അത് പിരിഞ്ഞു പോവും. അതുകൊണ്ട് ഒന്ന് ചെറിയ തിള വരുമ്പോഴേ നമ്മൾ തീ ഓഫാക്കുക.
അതിന് ശേഷം അത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്കിനി അതിന് കടുക് താളിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ അല്പം എണ്ണ എടുത്ത് അതിലേക്ക് 2 ഉലുവ ഇടണം. ഉലുവയാണ് ഇതിനകത്ത് പ്രധാനമേ. നമ്മൾ ആ ഉലുവ ഇട്ടതിന് ശേഷം 2 കരിയാപ്പിലയും അത് കഴിഞ്ഞതിന് ശേഷം 2 കടുവും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. ഉലുവ കൂടുതൽ വേണം. അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഇതിനകത്ത് പ്രധാന കാര്യം. നമ്മൾ വെളുത്തുള്ളി തേങ്ങയുടെ കൂടെ അരയ്ക്കുന്നില്ലല്ലോ. നമ്മൾ 2-3 വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മൾ അതിലേക്ക് അരപ്പിൽ എല്ലാം ശരിയാക്കി വെച്ചതിലേക്ക് നമ്മൾ 2 മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല ഇടണ്ട കേട്ടോ. ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടുക. എന്നിട്ട് നമ്മൾ ഈ കടുക് താളിച്ച് അതിലേക്ക് ഒഴിച്ച് ഒന്ന് മൂടി വെക്കുക. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇപ്പോൾ പച്ചമീനൊക്കെ എല്ലാവർക്കും മേടിക്കാനായിട്ട് മടിയുള്ളപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കുക. ഒത്തിരി ചോറിനും എല്ലാത്തിനും നമുക്കിത് കൂട്ടാൻ പറ്റും. നല്ല കറിയാണ്. അതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത്. ഒത്തിരി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കയറി കാണണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കറികളൊക്കെ വെക്കാനായിട്ട് പറ്റുന്നതാണ്.